ഹായ് കൂട്ടുകാരെ, ഞാൻ വിറകെടുക്കാൻ പോകുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോഴേ വിറക് നോക്കിയപ്പോഴേ വിറക് നമുക്ക് തീ കത്തിക്കാൻ ചുള്ളി വിറകില്ല. അപ്പോഴും ഇവിടെ കുറച്ച് ആഞ്ഞിലിയുടെ ശിഖരം, പുളിയുടെ ശിഖരങ്ങളെ ഒക്കെ കൂതിയ വിറക് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോഴും ഞാൻ അതിൻ്റെ കനത്ത കമ്പുകളൊക്കെ വെട്ടിക്കൂതി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യാനുസരണം ചുള്ളിക്കമ്പുകൾ പിന്നെ വന്ന് ഞാൻ ഇവിടെ വന്ന് കോതി ഒടിക്കത്തുള്ളൂ. അപ്പോഴേ നമ്മൾ ദിവസവും ഇങ്ങനെ കയറി വന്ന് കുറേശ്ശെ എടുത്തുകൊണ്ട് പോകും. ഇപ്പോഴേ നല്ല മഴയൂടെ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. എന്നും ഒന്നും ഉണ്ടാകാറില്ല മഴ. ഇപ്പോൾ ഇന്ന് തോന്നു കിടക്കുകയാണ് നമ്മുടെ പറമ്പൊക്കെ. പക്ഷേ ഈ മഴ പെയ്യുന്ന കാരണം കൊണ്ട് ഇന്ന് കാണുന്നത് പോലല്ല. നാളെ കയറുമ്പോഴത്തേക്കിനും ഇരട്ടി പോച്ചയും പുല്ലും. ഞാൻ ഇവിടെ പോച്ചയെന്നാണ് പറയുന്നത് കേട്ടോ. പുല്ലും എല്ലാം വളർന്ന് ഇഷ്ടം പോലെ നിൽക്കുകയാണ്. അപ്പോഴേ ഞാൻ കയറി പോയിട്ട് കുറച്ച് ദിവസമായിരുന്നു ഈ വഴി പോയിട്ട്. അപ്പോഴേ നോക്കിയപ്പം ഭയങ്കര കള പിടിച്ച് കിടക്കുകയാണ്. കളയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കൂടുതലും ഈ മടന്തച്ചേമ്പുണ്ടല്ലോ, മടന്തച്ചേമ്പ് നമ്മൾ നട്ട ചേമ്പ് പോലാണ് ആർത്ത് കിളിച്ച് കിടക്കുകയാണ്. അപ്പോഴേ ഞാൻ പാമ്പുണ്ടെന്ന് പേടിച്ച് എനിക്ക് ഏറ്റവും പേടിയുള്ള ജന്തുക്കളെന്ന് പറഞ്ഞാൽ പട്ടിയും പാമ്പുമാണ്. പേടിച്ചാണ് പോകുന്നത്. ഓരോ ചേമ്പും പിഴുതു മാറ്റിയും വെട്ടിത്തെളിച്ചും ആണ് വിറക് കിടക്കുന്നിടത്തോട്ട് പോകുന്നത്. ഇപ്പം വിറക് കൂടി കിടക്കുന്നിടത്ത് ചെന്നപ്പോൾ അതിലും പേടി. പിന്നെ ഒരു കമ്പെടുത്ത് തല്ലി ഒക്കെ നോക്കി ആണ് വിറകെടുക്കുന്നത്. ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ വിറക് നമ്മൾ ആവശ്യത്തിനുള്ളതെടുത്തു പതിവ് പോലെ. കൂടുതലും അയക്കുന്നതുണ്ടല്ലോ, അടുത്ത വീട്ടിലെ കുട്ടിയെ പാമ്പ് വണ്ടിയെ വെച്ച് കടിച്ചു. അപ്പോൾ അവിടെ വണ്ടിയെ കയറിയിരുന്നു. അവൾ ജോലിക്ക് പോയപ്പോഴേ കടിച്ചിരുന്നേ. അതോടെ അറിഞ്ഞേ പിന്നെ ഭയങ്കര പേടിയാണ് കൂട്ടുകാരെ. അപ്പോഴേ വിറകെടുക്കുന്ന സീനാണ് ഈ കാണുന്നത്.